Hello students. In this video we will be discussing about what is effective duration and portfolio duration. In the concept of duration we have already discussed what is Macaulay duration and what is modified duration, and this portion was missing in that. Okay, in this video we will be covering what is effective duration and what is meant by portfolio duration. Effective duration is a duration calculation for bonds that have embedded option. Call option, put option ഒക്കെ പോലെയുള്ള callable bondsനുള്ളതാണ് നമ്മുടെ ഈ effective duration എന്ന് പറയുന്നത്. This measure of duration takes into account the fact that expected cash flows will fluctuate as interest rate change and is therefore a measure of risk. അപ്പോൾ ഈ ഡ്യൂറേഷൻ്റെ ബേസിസ് എന്താണ്? അത് ക്യാഷ് ഫ്ലോസ് മാറുന്നതിനനുസരിച്ച്, ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ക്യാഷ് ഫ്ലോസ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ ഇസ് റിഗാർഡഡ് ആസ് എ മെഷർ ഓഫ് റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കാൻ വേണ്ടി കൂടി ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് ഇഫക്റ്റീവ് ഡ്യൂറേഷൻ. ഇഫക്റ്റീവ് ഡ്യൂറേഷൻ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിങ് മോഡിഫൈഡ് ഡ്യൂറേഷൻ ഇഫ് എ ബോണ്ട് വിത്ത് എംബഡഡ് ഓപ്ഷൻ ബിഹേവ്സ് ലൈക്ക് എൻ ഓപ്ഷൻ ഫ്രീ ബോണ്ട്. എംബഡഡ് ഓപ്ഷൻ ഉള്ള ബോണ്ട് ഓപ്ഷൻ ഫ്രീ ബോണ്ട് പോലെ ആണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ കണ്ടെത്തുന്നത് ബൈ യൂസിങ് മോഡിഫൈഡ് ഡ്യൂറേഷൻ ആണ്. ഇഫക്റ്റീവ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ്സ് ദ എക്സ്പെക്റ്റഡ് പ്രൈസ് ഡിക്ലൈൻ ഓഫ് എ ബോണ്ട് വെൻ ഇൻട്രസ്റ്റ് റേറ്റ് റൈസസ് ബൈ 1%. ഇത് തന്നെയാണ് മോഡിഫൈഡിലും. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ മോഡിഫൈഡിൽ നമ്മൾ ആ പെർസെൻറ്റേജ് ചേഞ്ച് ആണ് മോഡിഫൈഡിൽ കണ്ടെത്തുന്നത്. അതേപോലെ അത് തന്നെയാണ് ഇഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. The value of effective duration will always be lower than the maturity of bond. അതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം. ഈ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ്റെ അകത്ത് അതിൻ്റെ ഒരു ബോണ്ടിൻ്റെ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മെച്യൂരിറ്റീനേക്കാളും എപ്പോഴും കുറവായിരിക്കും. കാരണം എംബഡഡ് ഓപ്ഷൻസ് ഉള്ളതാണ്. എംബഡഡ് ഓപ്ഷൻസ് ഉള്ള ബോണ്ടുകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ടൈപ്സ് ഓഫ് ബോണ്ട്സിനകത്ത്. അപ്പോൾ കോളബിൾ ബോണ്ട് ഒക്കെ ആവുന്ന സമയത്താണ് അതിനകത്ത് ഒരു എംബഡഡ് ഓപ്ഷൻ ഉണ്ടാവുക, കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യാനോ സെല്ല് ചെയ്യാനോ പറ്റുന്ന തരത്തിലുള്ള. ഈ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ കാണാനുള്ള ഫോർമുല പി മൈനസ് പി പ്ലസ്, അതായത് പ്രൈസിൽ വന്നിട്ടുള്ള ഡിക്രീസ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസിലുള്ള ലോവർ പ്രൈസ് മൈനസ് ഹയർ പ്രൈസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു P0 എന്ന് പറയുന്നത് എന്താണ്? ബോണ്ട്സ് ഇനീഷ്യൽ പ്രൈസ്, യൂഷ്വലി നമ്മുടെ ഫേസ് വാല്യൂ, ഇൻറ്റു ചേഞ്ച് ഇൻ ഈൽഡ്, അതാണ് വൈ പ്ലസ് മൈനസ് വൈ മൈനസ്. എന്താണോ ഈൽഡിൽ വന്നിട്ടുള്ള ഇൻക്രീസ് മൈനസ് ഈൽഡ് എത്രത്തോളം കുറഞ്ഞു, ആ ഡിഫറൻസ് എമൗണ്ട്. ക്ലിയർ ആണ് വിചാരിക്കുന്നു. പി മൈനസ് പറയുന്നത് ദ ബോണ്ട്സ് പ്രൈസ് ഇഫ് ഇറ്റ്സ് ഈൽഡ് ഫോൾസ് ബൈ എക്സ് ബേസിസ് പോയിൻറ്റ്സ്. ഈൽഡ് കുറയുന്ന സമയത്ത് ബോണ്ടിൻ്റെ പ്രൈസ് എത്രയാണോ, ഓക്കെ അത് ശ്രദ്ധിക്കണേ. ഈൽഡ് കുറയുന്ന സമയത്തുള്ള ബോണ്ടിൻ്റെ പ്രൈസും ഈ പി പ്ലസ് എന്ന് പറയുന്നത് ഈൽഡ് കൂടുന്ന സമയത്തുള്ള ബോണ്ടിൻ്റെ പ്രൈസുമാണ്. ഓക്കെ, അപ്പോൾ ലോവർ വാല്യൂ എപ്പോഴും പി പ്ലസ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് വരുന്ന ഒരു പ്രശ്നം വരില്ല. ദെൻ ചേഞ്ച് ഇൻ ഈൽഡാണ് വൈ പ്ലസും വൈ മൈനസും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ ക്ലിയർ ആയി. A company purchased a bond at 100% par, അതായത് ഫേസ് വാല്യൂവിന് വാങ്ങിച്ചു. The bond currently has an 8% yield. If the bond price increases to 101.5 when yield falls 10 basis points, 10 ബേസിസ് പോയിന്റ് പറഞ്ഞാൽ 0.1% നമ്മുടെ ഈൽഡിനകത്ത് കുറവ് വന്നാൽ പ്രൈസ് കൂടിയിട്ട് 101.5 ആവും. And the price fall to 99.5 when yield rise by 10 basis points. അപ്പോൾ ഒരു 0.1% റൈസ് ആണ് പ്രൈസിൽ വരുന്നതെങ്കിൽ ഈൽഡ് എന്ത് ചെയ്യും? ഈൽഡ് ഫോൾസ് ടു 99. ഈൽഡ് കൂടുന്ന സമയത്ത് പ്രൈസ് ഫോൾസ് ടു 99.5. ഇതിൻ്റെ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ എങ്ങനെയാണ് കാണാം? ഇതിനകത്ത് പി മൈനസ് എന്ന് പറയുന്നത് എത്രയാണ്? 101.5. എന്തുകൊണ്ടാണ്? ഈൽഡ് കുറയുമ്പോൾ ഉള്ള റേറ്റാണ് പി മൈനസ് ഈൽഡ് കൂടുമ്പോൾ എന്താ ചെയ്യുക? പ്രൈസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ 99.5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു P0 എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ആണ് 100 ഇൻറ്റു
ഈ 0.001 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഈൽഡാണ്. y+- ആണ്. അപ്പോൾ ഇവിടെ കൂടിയതും കുറഞ്ഞതും എത്രയാണ്? 1%. 0.1% ആണ്. 0.1% പറഞ്ഞാൽ 0.1/1000. അപ്പോൾ 0.001. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10% എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇഫക്റ്റീവ് ഡ്യൂറേഷൻ എന്താണ്? 10% ആണ്. Then this means that for a change in yield of 1%, ഒരു 1% change in yield will bring about a change of 10% in price എന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? പിന്നെ നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് പോർട്ട്ഫോളിയോ ഡ്യൂറേഷനാണ്. പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ പറയാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ബോണ്ട്സിൻ്റെ ഡ്യൂറേഷൻ പറയാം. എനിക്ക് തോന്നുന്നു ഞാൻ ആ മെക്കുലെ ഡ്യൂറേഷനോ ഒക്കെ എടുത്ത സമയത്ത് ആണോ റിസ്കിനകത്താണോ ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലം ചെയ്തിട്ടില്ല എന്നുള്ള അസംപ്ഷനിൽ തന്നെയാണ് ഞാൻ ഈ പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ പറയുന്നത്. ഒന്നിൽ കൂടുതൽ ബോണ്ട് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻസ് നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് പോർട്ട്ഫോളിയോ, ആ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. There are 2 ways to calculate the duration of a bond portfolio. 2 രീതിയുണ്ട്. ഒന്നെന്താണ്? The weighted average of the time to receipt of aggregate cash flows. എന്താണ്? Weighted average of the time to receipt of aggregate cash flow. Aggregate cash flowനെ ടൈമിനെ കൊണ്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കാണാം. ഇത് നമ്മൾ എവിടെയോ ചെയ്തിട്ടുണ്ടല്ലോ. ടൈം വെയിറ്റ് ചെയ്തിട്ട് കാണുന്നത് മാക്യുലേ ഡ്യൂറേഷൻ്റെ അകത്ത് അല്ലേ? ടൈം വെയിറ്റ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ക്യാഷ് ഫ്ലോ ഈൽഡ്. നമുക്ക് എന്താണോ ക്യാഷ് ഫ്ലോസ് കിട്ടുന്നതിൻ്റെ ബേസിസിലാണ് ഇതിൽ. വിച്ച് ഈസ് ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദ അഗ്രിഗേറ്റ് ക്യാഷ് ഫ്ലോസ്. ഓക്കെ, ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്? ദിസ് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ബോണ്ട്സ് വിത്ത് എംബഡഡ് ഓപ്ഷൻസ് or for floating rate notes due to uncertain future cash flows. ഈ ഒരു മെത്തേഡ്, അതായത് വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ടൈം ടു റെസീപ്റ്റ് ഓഫ് ആഗ്രിഗേറ്റ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എംബഡഡ് ഓപ്ഷനുള്ള ബോണ്ടുകൾ ആ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റേറ്റ് ഉള്ളത്, ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ഫ്ലോസ് ഏകദേശം എത്രയാവുമെന്ന് പറയാൻ പറ്റും. ഫ്ലോട്ടിംഗ് റേറ്റിലാണ് കൂപ്പൺ റേറ്റ് കിടക്കുന്നതെങ്കിൽ അതും നമുക്ക് അൺസർട്ടൻ ആണ് ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടാവുന്നത്. അപ്പോഴും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ദ ക്യാഷ് ഫ്ലോ ഈൽഡ് ഇസ് നോട്ട് കോമൺലി കാൽക്കുലേറ്റഡ്. ക്യാഷ് ഫ്ലോ ഈൽഡ് സാധാരണ നമ്മൾ അങ്ങനെ കോമൺ അല്ല. ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് അൺസർട്ടൻ ആയതുകൊണ്ട് ഇറ്റ്സ് നോട്ട് കോമൺ. The change in cash flow yield is not necessarily the same as the change in yield to maturity on individual bonds. ഇൻഡിവിജ്വൽ ബോണ്ടിൻ്റെ yield to മെച്യൂരിറ്റീൻ്റെ ചേഞ്ച് പോലെയല്ല നമ്മൾ ഒരു പോർട്ട്ഫോളിയോനെ കുറിച്ച് പറയുന്ന സമയത്ത് ക്യാഷ് ഫ്ലോ yield ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും അങ്ങനെ സെയിം ആയിരിക്കണമെന്ന് ഇല്ല. Then interest rate risk is not usually expressed as a change in the cash flow yield. ക്യാഷ് ഫ്ലോ ഈൽഡിൻ്റെ ചേഞ്ച് ആയിട്ടല്ല ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. എപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റും പ്രൈസുമാണ് നമ്മൾ കമ്പയർ ചെയ്യുക, അല്ലാതെ ക്യാഷ് ഫ്ലോസ് ആയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഈ വെയ്റ്റഡ് ടൈം ടു ആഗ്രിഗേറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് അത്ര പ്രചാരത്തിലില്ലാത്തൊരു സാധനമാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബോണ്ട്സ് ദാറ്റ് കമ്പോസ് ദ പോർട്ട്ഫോളിയോ. അപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? ആ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഓരോ ബോണ്ടിലേക്കും ഓരോ തരത്തിലുള്ള അസറ്റിലേക്കും നമ്മൾ എത്രത്തോളം ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ ചിലവാക്കുന്നുണ്ട് അതിൻ്റെ ബേസിസിലാണ്. ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 22:3:5 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ 2:3:5 റേഷ്യോയിലാണ് നമ്മൾ അസറ്റ്സിലേക്ക് ക്ലാസിഫൈ ചെയ്തെങ്കിൽ ആ കോമ്പോസിഷനാണ് വെയിറ്റ് ആയിട്ട് അവിടെ ഉണ്ടാവുക, മറ്റോടത്ത് ടൈമാണ്. ഓക്കെ, ദ വെയിറ്റ് ഇസ് ദ പ്രപ്പോർഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ ദാറ്റ് എ ബോണ്ട് കംപ്രൈസ്. ആ ബോണ്ട് ഇപ്പോൾ ഞാൻ 1 ലക്ഷം രൂപയുടെ ബോണ്ടിലിട്ടു, എൻ്റെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് 2 ലക്ഷം ആണെങ്കിൽ ഞാൻ 50% അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ, അപ്പോൾ ഈ രണ്ടാമത്തെ മെത്തേഡിൽ പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ കാണാനുള്ള ഫോർമുല
W1 D1 പ്ലസ് W2 D2, അതായത് വെയിറ്റ്, ഓരോന്നിൻ്റെ വെയിറ്റും പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ദ ബോണ്ട്, ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് അങ്ങനെ എത്ര ബോണ്ടുകളുണ്ട് ഒരു ആ പോർട്ട്ഫോളിയോനകത്ത് 3 എണ്ണമാണെങ്കിൽ 3 എണ്ണം, 4 എണ്ണമാണെങ്കിൽ 4 എണ്ണം, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താലാണ് നമുക്ക് പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ കാണാൻ പറ്റുക. കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻ ദ പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ അത് 5 ബോണ്ട് ഉണ്ടെങ്കിൽ അത് 5 ആയിരിക്കും, 3 എണ്ണം ഉള്ളുവെങ്കിൽ 3 ആയിരിക്കും. ഇപ്പോൾ WI എന്ന് പറയുന്നത് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ബോണ്ട് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പോർട്ട്ഫോളിയോ. നമ്മുടെ ആ പെർട്ടിക്കുലർ ബോണ്ട്, അതാണ് ആ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്, ആ പെർട്ടിക്കുലർ ബോണ്ട് മൊത്തം മാർക്കറ്റ് വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ആ ഫോർമുല ഉള്ളത്. Okay, this method is simpler to use and quite accurate when the yield curve is flat. കുറച്ചും കൂടെ ആക്യുറേറ്റ്, ഫസ്റ്റ് മെത്തേഡിനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ രണ്ടാമത്തെ മെത്തേഡ്. ഇറ്റ്സ് മെയിൻ ലിമിറ്റേഷൻ ഇസ് ദാറ്റ് ഇറ്റ് അസ്യൂംസ് എ പാരലൽ ഷിഫ്റ്റ് ഇൻ ദ ഈൽഡ് കർവ്. ഈൽഡ് കർവ് പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ ചേഞ്ച് ആ ഈൽഡ് കർവിലുള്ള ഈൽഡ് കർവ് മേലോട്ടോ താഴോട്ടോ പാരലൽ ഷിഫ്റ്റിംഗ് ആണ് ഉണ്ടാവുക, അല്ലാതെ ഈൽഡ് കർവ് ചേഞ്ച് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പോർട്ട്ഫോളിയോ ഡ്യൂറേഷൻ്റെ പ്രോബ്ലംസ് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഫ് യു ആർ ഫൈൻഡിങ് എനി ഡിഫിക്കൽട്ടി, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയയ്ക്കുക. ദെൻ ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, താങ്ക് യു.